പ്രിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം. ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ ഗുരുത്വത്തിൻ്റെ ആഴങ്ങളാണ്. അതെ, ഗു എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് നമുക്ക്, ഇരുട്ടാണ്, അജ്ഞതയാണ്. രു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ്, വെളിച്ചം, പ്രകാശം. അപ്പം നമ്മളിലുള്ള അന്ധകാരം, ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക്, അല്ലെ പ്രകാശം പകരാൻ നയിക്കുന്നത് ആരോ, ഏത് സാഹചര്യമോ, ഏത് സന്ദർഭമോ, അതെല്ലാം ഗുരുവാണ്. അനുഭവം ഒരു ഗുരുവാണല്ലേ, പ്രകൃതി ഒരു ഗുരുവാണ്. നമുക്ക് വ്യക്തികൾ പലപ്പോഴും ഒരു പ്രകാശം പരത്തുന്നത് അതൊരു ഗുരുവാണ്. പുസ്തകങ്ങൾ ഗുരുവാണ്. ഏതായാലും ന്യൂ നോളജ്, നമുക്ക് നിലവിലുണ്ടായിരുന്ന പല അറിവുകളിൽ നിന്നും പുതിയ രീതിയിലുള്ള ഉയർച്ചയ്ക്ക് ആവശ്യമായ രീതിയിലുള്ള അറിവ് ലഭിക്കുന്ന സംഗതികളെല്ലാം ഗുരുസ്ഥാനം തന്നെയാണ്. അതിന് പ്രായവും കാലവും ഭേദമൊന്നുമില്ല. ഒരുപക്ഷെ നിങ്ങളിലും ഫിസിക്കലി അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രായം കുറവുള്ള ഒരാളിൽ നിന്നാണ്, ഒരു നമ്മുടെ മക്കളാകാം, സഹോദരങ്ങളാകാം, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയാകാം, നിങ്ങളെക്കാളും ഒരു നന്നേ ഫിസിക്കലി പ്രായം കുറവാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിന് എപ്പോഴെങ്കിലും ഇന്നലകളിൽ നിന്ന് വ്യത്യസ്തമായ പുതിയൊരു അറിവ് അവർ തന്നിട്ടുണ്ടെങ്കിൽ, അവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അതും ഗുരുസ്ഥാനം തന്നെയാണ്. അപ്പം നമ്മൾ സ്കൂളിലും കോളേജിലുമൊക്കെ ഔപചാരിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ലഭിക്കുന്ന അറിവുകൾ, അതെല്ലാം ജനറലായിട്ട് പൊതുവായിട്ടുള്ള ചില അറിവുകളും നമ്മുടെ ബുദ്ധിയെ ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള പരിശീലനത്തിന് വേണ്ട അറിവുകൾ, അതും ഗുരുക്കന്മാർ തന്നെയാണല്ലേ പറഞ്ഞു തരുന്നത്. എന്നാൽ കാണാൻ പറ്റാത്ത ദ അൾട്ടിമേറ്റ് നോളജായ കോസ്മിക് എനർജിയെയും നമ്മുടെ ഉള്ള എനർജിയൊക്കെ തമ്മിൽ മനസ്സിലാകില്ല. ദൈവം, നമുക്ക് തന്നെ പറയാം, സ്പിരിച്വാലിറ്റിയിൽ ദൈവത്തെ കാണാൻ പറ്റില്ല, പക്ഷെ അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അങ്ങനെയുള്ള ജ്ഞാനം, ആ ജ്ഞാനക്കണ്ണിനെ, ചക്ഷുരുമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ എന്ന് പറയും. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ എന്ന് സ്പിരിച്വാലിറ്റി പറയാൻ കാരണം, ആ ശക്തിയെ, ആ പ്രപഞ്ച രഹസ്യത്തെ സംബന്ധിച്ചുള്ള അറിവ് ലഭിക്കുന്ന ഒരു ആത്മീയ ഗ്രന്ഥമായിക്കോട്ടെ, സാഹചര്യങ്ങളായിക്കോട്ടെ, വ്യക്തികളായിട്ട്, അതെല്ലാം സദ്ഗുരു തലമാണ്. സത്ത് എന്ന് വെച്ചാൽ എസൻസ്. ആ എസൻസിനെ നമുക്ക് മനസ്സിലാക്കി തരുന്ന അറിവ്, അതാണ് സദ്ഗുരു ഭാവേന എന്ന് പറയുന്നത്. അപ്പം ഇത്രയും നാൾ നമ്മൾ പലപ്പോഴും ആത്മീയതയിൽ അല്ല നിത്യജീവിതത്തിലും കൂടുതൽ അറിവിലൂടെയല്ലേ മനുഷ്യൻ എന്നും എക്കാലവും അവൻ്റെ ഭക്ഷണം തേടിയുന്ന അന്നം, അത് വിശപ്പിനുള്ളത് മാത്രമല്ല, നമ്മുടെ നിലനിൽപ്പിന് ആധാരമായ എല്ലാ കാര്യങ്ങളും അറിവിൽ നിന്നാണ് മനുഷ്യൻ നേടുന്നത്. അക്കൂട്ടത്തിലെ ഏറ്റവും അൾട്ടിമേറ്റ് സുപ്രീം നോളജാണ് ദൈവത്തെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയെ സംബന്ധിച്ചുള്ള ഉൾക്കണ്ണുകൊണ്ടുള്ള തിരിച്ചറിവ്. അതുകൊണ്ട് അജ്ഞാനതിമിരാന്തസ്യ, അജ്ഞാനം കൊണ്ട് തിമിരം ബാധിച്ചിരിക്കുന്ന എന്നെ, തിമിരം വെച്ചാൽ അന്ധത, അജ്ഞാനം നമ്മളിലേക്ക്, ജ്ഞാനമില്ലായ്മ വരുമ്പോഴല്ലേ ബ്ലൈൻഡായി പോകുന്നു. അതുകൊണ്ടാണല്ലോ മനുഷ്യൻ പലതും പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതും. ശരിയായ ജ്ഞാനം, ശരിയായ അറിവില്ലാതെ നമ്മൾ മനസ്സിലാക്കിയത് വെച്ച് ചിന്തിക്കുന്നു, പറയുന്നു, പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഫലം, കോൺസിക്വൻസോ നെഗറ്റീവായിട്ട് ലഭിക്കുന്നു. അപ്പം അജ്ഞാത മാറി ജ്ഞാനാഞ്ജന ശലാകയ, ജ്ഞാനം കൊണ്ട് ജ്ഞാനാഞ്ജനം തേച്ച കണ്ണുണ്ടല്ലോ, കണ്ണിലേക്ക് ജ്ഞാനാഞ്ജനം എഴുതുമ്പോഴാണ് ആ കണ്ണ് തുറക്കുകയുള്ളൂ. ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലം ഏന എന്ന് പറയുന്നത്. ചക്ഷുരുന്മീലനം ഏവ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അപ്പോൾ അജ്ഞാന തിമിരം ബാധിച്ചിരിക്കുന്ന എൻ്റെ കണ്ണിനെ, ആ കണ്ണിനെ തുറന്ന്, ചക്ഷു എന്ന് പറഞ്ഞ കണ്ണ്, അതിൽ അഞ്ജനം തേച്ച്, ഉന്മീലിതം ഏന, ഉന്മീലനം വെച്ചാൽ തുറപ്പിക്കുക, ഉണ്മയോടുകൂടി തുറപ്പിക്കുന്ന ആ ഒരവസ്ഥ തന്ന ഗുരുവേ നമ. ഗുരുവിനെ
നമിക്കുന്നു. ഇതെല്ലാ ദിവസവും രാവിലെ അങ്ങ് സ്മരിക്കണം. കാരണം ഓരോ ദിവസവും പുതിയ അറിവുകളിലൂടെയാണ് പഴയ അറിവുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുക ഇത്രയും നാളത്ത്. അതൊരു കുളത്തിലെ വെള്ളം പോലെയാണെങ്കിലോ നമുക്ക് കണ്ണു തുറക്കില്ല. അപ്പോൾ പുതിയ പുതിയ ജ്ഞാനം തന്നുകൊണ്ടിരിക്കുന്ന പ്രപഞ്ച ഗുരുവേ നമ എങ്കിൽ മാത്രമേ പുതിയ അറിവ് ലഭിക്കുകയും ചെയ്യും. അപ്പം ഈ ഗുരുസ്ഥാനീയരായിട്ടുള്ള അങ്ങനെയുള്ള പ്രപഞ്ചമായിക്കോട്ടെ, സാഹചര്യങ്ങളും വ്യക്തികളുടെയൊക്കെ അവരാണ് നമ്മുടെ നിലനിൽപ്പിന് ആധാരണം. എന്തെങ്കിലും സംതിങ് അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, വളർച്ച കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വിസ്മരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഗുരുസ്ഥാനീയരായിട്ടുള്ള പ്രപഞ്ചമോ സാഹചര്യങ്ങളോ വസ്തുക്കളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവരിൽ ഒരു ചെറിയ രീതിയിലുള്ള വൈഷമ്യം പോലും നിങ്ങളിലേക്ക് ശ്രദ്ധ പതിയാൻ വരരുത്. ഒരിക്കലും സദ്ഗുരുക്കന്മാർ ശപിക്കില്ല, പ്രാകില്ല. പക്ഷേ ആ ചിന്ത പോലും നിങ്ങളെല്ലാൽ ഉണ്ടാകാനിടയായാൽ പോലും നിങ്ങളുടെ എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാലും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കായിരിക്കും പിന്നീട് പോവുക. അതുകൊണ്ടാണ് മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറയാൻ കാരണം. ക്ലിയർ ആണെന്നുണ്ടല്ലോ? അപ്പം ഒന്നുകൂടെ നമുക്ക് സ്മരിക്കാം. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമസ്കാരം.